നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് പുറപ്പാട് പുസ്തകം 31 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 31 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് യഹോവ നിയോഗിക്കുന്ന 2 വ്യക്തികളെക്കുറിച്ചുള്ള പാഠമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ബെസലേലും ഒഹോലിയാബും. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിനായി 2 വ്യക്തികളെ നിയോഗിക്കുന്ന ഈ വളരെ വളരെ പ്ലെയിനായ ഈ ഒരു പാഠം നിയോഗത്തെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും ശക്തവും വ്യത്യസ്തവുമായ പല ചിന്തകളും നൽകുന്ന പാഠമാണ്. 2 ചിന്തകൾ പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകട്ടെ, 2 പുസ്തകങ്ങളിൽ നിന്ന്. ഒന്ന്, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നും കുറേ നാളുകൾ വായിക്കപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇടയ ശുശ്രൂഷയെക്കുറിച്ച് വളരെ മനോഹരമായ ധ്യാനാത്മകമായ പഠനങ്ങൾ എഴുതിയ ഒരു ഇംഗ്ലീഷ് വൈദികനാണ് യൂജിൻ പീറ്റേഴ്സൺ. യൂജിൻ പീറ്റേഴ്സനെ വായിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് സെമിനാരിയിൽ പഠിക്കുന്നവരും പട്ടക്കാരായവരുമൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാംശമുള്ള പുസ്തകമാണ് ദ പാസ്റ്റർ എ മെമ്മോയർ. അതിൽ അദ്ദേഹം തൻ്റെ ബാല്യകാലത്തെയും അനുഭവത്തെയും കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു അറബുകാരൻ്റെ മകനായിരുന്നു, സൺ ഓഫ് എ ബുച്ചർ. ഒരു അറബുശാലയിൽ അറബുകാരനായിരുന്ന ഒരു വ്യക്തിയുടെ മകനായി ജനിക്കപ്പെട്ട ഈ യൂജിൻ പീറ്റേഴ്സൺ പറയുന്നു, പിതാവായിരുന്നു എൻ്റെ മാതൃക. കടയിൽ വരുന്നവരെ പേരെടുത്ത് വിളിച്ചിരുന്നു, അവരോട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചിരുന്നു, ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് ചെയ്തിരുന്നു, അവരോട് സമയം ചെലവഴിച്ച് പങ്കിട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, at one point I realized that I'm doing as a pastor just what my dad had done as a butcher. അറബുശാലയിൽ എൻ്റെ പിതാവ് ചെയ്ത ശുശ്രൂഷ തന്നെയാണ് ഇടയൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഇടയ മേഖലകളിൽ ചെയ്യുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് അറബുശാലയും ഇടയ ശുശ്രൂഷയുടെ മേഖലയായി മാറ്റപ്പെടാം. എന്നാൽ അതിൻ്റെ ഒരു അപകടം അപ്പുറത്ത് പതിയിരിക്കുന്നത്, ഇടയ ശുശ്രൂഷ മേഖലകൾ അറബുശാലകളായി മാറിപ്പോകാനുള്ളൊരു അപകടമുണ്ട് എന്നുകൂടെ ഓർക്കണം. അറബുശാലകളും ഇടയ ശുശ്രൂഷ മേഖലകളാകാം, തിരിച്ച് ഇടയ ശുശ്രൂഷ മേഖലകളും അറബുശാലകളായി അധംപതിക്കാം എന്നും ഒരുപക്ഷെ അത് നമ്മെ ഓർപ്പിക്കുന്നു. 2, മറ്റൊരു പുസ്തകമാണ്. അത് എഴുതിയത് പീറ്റർ ബ്രൗൺ എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ത്രൂ ദ ഐ ഓഫ് എ നീഡിൽ എന്നാണ്. അതിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു ചിന്തയാണ് അദറിംഗ് ഓഫ് ക്ലർജി. മലയാളത്തിൽ പറഞ്ഞാൽ പട്ടക്കാരെ മാറ്റി നിർത്തി കാണുക എന്നുള്ളത്. ഒരു വിശുദ്ധ വർഗമാക്കി മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി കാണാനുള്ള ഒരു ത്വര. ഇന്നലെ അഭിവന്ദ്യ തിരുമേനി തൻ്റെ ധ്യാനത്തിൽ പറഞ്ഞു, വളരെ പച്ചയായ സാധാരണക്കാരായ മനുഷ്യരെയാണ് ശുശ്രൂഷയ്ക്കായി ദൈവം വിളിക്കുന്നത്. എന്നാൽ പലപ്പോഴും പട്ടക്കാരും ജനങ്ങളും 2 തട്ടിലായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. 2 തലമുണ്ട് അതിന്. ഒരു പോസിറ്റീവ് തലമുണ്ട്, ഒരു നെഗറ്റീവ് തലമുണ്ട്. അതിനെ വളരെ പോസിറ്റീവായി വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നത് പട്ടക്കാരിലൂടെയാണ്. കാരണം പൗരോഹിത്യം നൽകിയിരിക്കുന്നത് സഭയ്ക്കാണ്. സഭ പുരോഹിത വർഗമാകുമ്പോൾ
എല്ലാവരും പുരോഹിതരാണെങ്കിൽ ഒരു യഥാർത്ഥ പുരോഹിതൻ, യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് സമൂഹം കാണുന്നത് ഒരു പട്ടക്കാരനിലൂടെയാണ്. അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. അവരുടെ വാക്കുകളും അവരുടെ വസ്ത്രധാരണവും അവരുടെ ഇടപെടലുകളും ഒക്കെ ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നത് അവരിലൂടെയാണ്. എന്നാൽ അതിനൊരു നെഗറ്റീവ് വശമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. വിശുദ്ധ വംശമാക്കി മാറി നിന്ന് ജനത്തിൽ നിന്ന് ഞങ്ങൾ ഉന്നതരാണ് എന്ന ചിന്ത പട്ടക്കാരിലേക്ക് എത്തുമ്പോൾ, ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അത് രണ്ട് തട്ടിലായി മാറാൻ സാധ്യതയുണ്ട്. കശീശയായി ഉയർത്തപ്പെടുന്നു എന്ന് എവിടെ ചിന്തിക്കുന്നു അവിടെ നമ്മുടെ ശുശ്രൂഷകൾ തകർന്നിരിക്കുന്നു. ഉയർത്തപ്പെടുകയല്ല, ഉൾച്ചേരുകയാണ്, പ്രവേശിക്കുകയാണ്. അങ്ങനെ ഒരു ഉയർത്തപ്പെടൽ ശുശ്രൂഷകളിൽ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സഭയ്ക്ക് നൽകിയിരിക്കുന്ന, ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് പൗരോഹിത്യം എന്നുള്ളത് തന്നെ. ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് ഇതിനോട് ചേർത്ത് രണ്ട് ചിന്തകൾ പങ്കുവച്ച് ധ്യാനം അവസാനിപ്പിക്കും. ഒന്ന്, പട്ടത്വം, ശുശ്രൂഷ എന്നത് ദൈവിക നിഴൽപ്പാടുകൾ സൃഷ്ടിക്കുന്ന ശുശ്രൂഷയാണ്. പട്ടത്വം എന്നത് ദൈവിക നിഴൽപ്പാടുകൾ സൃഷ്ടിക്കുന്ന ശുശ്രൂഷയാണ്. ഓർഡിനേഷൻ, എ മിനിസ്ട്രി ദാറ്റ് ക്രിയേറ്റ്സ് ഡിവൈൻ ഷാഡോസ്. എ മിനിസ്ട്രി ദാറ്റ് ക്രിയേറ്റ്സ് ഡിവൈൻ ഷാഡോസ്. രണ്ട് പേരുകളാണ് പ്രധാനമായും നമ്മളിന്ന് വായിച്ചത്, ബെസലേൽ എന്നും ഒഹോലിയാബ് എന്നും. ബെസലേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ ദ ഷാഡോ ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ നിഴലിൽ ആയിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ നിഴലിലുള്ള വ്യക്തി എന്നാണ്. ഇൻ ദ ഷാഡോ ഓഫ് ഗോഡ്. നിഴൽ എന്നുള്ളതിന് ഒരുപക്ഷെ ദൈവത്തിൻ്റെ കരുതൽ എന്നുകൂടെ നമുക്ക് വേണേ അതിനെ കാണാം. ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിഴലിലും കരുതലിലും സംരക്ഷണയിലും വളർന്നു വരുന്ന വ്യക്തിയെക്കുറിച്ച്. ഒരുപക്ഷെ ഇത് ബെസലേൽ എന്നൊരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, സമൂഹത്തിന് മുഴുവൻ കൊടുത്തൊരു പേരാകാം ബെസലേൽ. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേരുകളൊക്കെ അങ്ങനെയാണ്. ഊരിൻ്റെ മകൻ എന്നാണ്. ഊര് എന്ന വാക്കിൻ്റെ അർത്ഥവും ഗോഡ് ഈസ് മൈ ലൈറ്റ്, ദൈവം എൻ്റെ പ്രകാശം എന്നാണ്. ഇസ്രയേലിൻ്റെ മരുഭൂയാത്രയുമായി ചേർത്ത് വെച്ച് നമ്മൾ ഇതിനെ പരിശോധിച്ചാൽ ഈ പേരുകൾക്ക് വളരെ അർത്ഥമുണ്ട് എന്ന് കാണാം. കാരണം ഇസ്രയേലിൻ്റെ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വെളിച്ചമായും നിഴലായും കൂടെ നടന്നൊരു ദൈവത്തെയാണ് നമ്മൾ ഇസ്രയേലിൻ്റെ യാത്രയിൽ കാണുന്നത്. ആ പേരുകളാണ്, അല്ലെങ്കിൽ ആ അർത്ഥമാണ് ഈ പേരുകൾക്ക് നൽകിയിരിക്കുന്നത്. ബെസലേൽ നിഴലായും ഊർ വെളിച്ചമായും കൂടെ നിൽക്കുക. അതിന് കൂടെ കൊടുക്കുന്ന, സഹായിക്ക് കൊടുക്കുന്ന പേര് ഒഹോലിയാബ് എന്നാണ്. ഒഹോലിയാബ് എന്ന വാക്കിനർത്ഥം മൈ ഫാദർ ഈസ് മൈ ടെന്റ്, എൻ്റെ പിതാവ് എൻ്റെ കൂടാരം എന്നാണ്. കൂടാരം നിർമ്മിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവൻ്റെ പേര് എൻ്റെ പിതാവാണ് എൻ്റെ കൂടാരം. മൂന്ന് പേരുകളും വളരെ അർത്ഥവത്താണ്. ഒന്ന്, ദൈവത്തിൻ്റെ നിഴൽ. രണ്ട്, ദൈവത്തിൻ്റെ വെളിച്ചം. മൂന്ന്, ദൈവം എൻ്റെ കൂടാരം, പിതാവ് എൻ്റെ കൂടാരം എന്നാണ്. ഒരുപക്ഷെ ഇത് രണ്ടും മൂന്ന് വ്യക്തികൾക്ക് മാത്രം കൊടുത്ത പേരല്ല, ആ സമൂഹത്തിന് മുഴുവൻ കൊടുത്ത പേരാണ്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷ നൽകിയിരിക്കുന്നത് ഈ സമൂഹത്തിന് മുറ്റുമായിട്ടാണ്. ദൈവത്തിൻ്റെ നിഴൽ പാടിൽ ആയിരിക്കുന്നവരും ദൈവത്തിൻ്റെ നിഴൽ നൽകേണ്ടവരുമാണ്. ദൈവിക നിഴൽ വീണവരും ദൈവത്തിൻ്റെ നിഴലാകേണ്ടവരും. സമൂഹം മുഴുവൻ ദൈവത്തിൻ്റെ നിഴലിലായവരാണ്. എന്നാൽ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ നിഴൽ ആകേണ്ടവരാണ്. ദൈവത്തിൻ്റെ നിഴൽ നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, ഒരു ഫീച്ചറാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന ഫീച്ചർ. ഹ്യൂമൻ ലൈബ്രറി സുധാമേനോൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. കുറച്ചുനാൾ ഈ അടുത്ത കാലങ്ങളിലായി ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹ്യൂമൻ ലൈബ്രറി. ഈ ലൈബ്രറിയിൽ വായിക്കുന്നത് പുസ്തകങ്ങളെയല്ല, മനുഷ്യരെയാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരൊക്കെ അവരുടെ അനുഭവങ്ങളെ പച്ചയ്ക്ക് പറയാൻ ധൈര്യമുള്ളവരും തയ്യാറായവരെയും കൂടെ ചേർത്ത് വെച്ചൊരു ലൈബ്രറി ഉണ്ടാക്കും. കാറ്റലോഗൊക്കെ ഉണ്ട് അതിന്. പല അനുഭവങ്ങളിലൂടെ കടന്നുപോയ മൈഗ്രൻസിൻ്റെ ഒരു കൂട്ടം, റേപ്പ് വിക്ടിംസിൻ്റെ മറ്റൊരു കൂട്ടം, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കൂട്ടം. നമുക്ക് താല്പര്യമുള്ളവരെ നമുക്ക് തിരഞ്ഞെടുക്കാം. അവർ നമ്മുടെ കൂടെ വരും. അവരോട് നമുക്ക് ഏത് ചോദ്യവും ചോദിക്കാം. അവരെ കളിയാക്കാത്തതോ അവരെ പ്രയാസപ്പെടുത്താത്തതോ ആയ ചോദ്യങ്ങൾ ചോദിക്കാം. അവർ അനുഭവങ്ങൾ പങ്കിടും. ഓരോ വ്യക്തിയും ഒരു പുസ്തകമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അത് വായിക്കുന്ന, കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾക്കൊക്കെ ഒരു ധൈര്യം നൽകുന്നതാണ്. ഒരുപക്ഷെ ഹ്യൂമൻ ലൈബ്രറി. എവറി പ്രീസ്റ്റ് ഈസ് എ ബുക്ക്, എവറി പേഴ്സൺ ഈസ് എ ബുക്ക്. നമ്മളെല്ലാം ഓരോ പുസ്തകങ്ങളാണ്. ഒരുപക്ഷെ പട്ടക്കാരെ, ശുശ്രൂഷകരെ വിളിക്കുന്നതും ഒരു പുസ്തകമാകാനാണ്. ക്രിസ്തു എന്ന വലിയ സത്യത്തെ പറഞ്ഞു കൊടുക്കുന്ന, ആ നിഴൽ പറഞ്ഞു കൊടുക്കുന്ന പുസ്തകങ്ങളാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടുപേരെയും വിളിച്ചത് എന്തിനാണ്? അത് കൂടാരം നിർമ്മിക്കുന്നതിനാണ്.
വളരെ അർത്ഥവത്താണ്. എന്തിനാണ് കൂടാരം നിർമ്മിക്കുന്നത്? പുറപ്പാട് ജനം ഇറങ്ങി വന്നത് മിസ്രൈമിൽ നിന്നാണ്. മിസ്രൈം വലിയ കെട്ടിടങ്ങൾ, വലിയ പിരമിഡുകളുടെ നാടാണ്. മിസ്രൈമിലേക്ക് അടിമകളെ കൊണ്ടുപോയത് മുഴുവൻ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനാണ്, വലിയ പിരമിഡുകൾ നിർമ്മിക്കുന്നത്. ഇന്നും ഈജിപ്തിലെ, മിസ്രൈമിലെ പിരമിഡുകൾ വളരെ വലിയ പേരുള്ള അനുഭവങ്ങളാണ്. ഫറവോന്മാർക്ക് പേരുണ്ടാക്കുന്ന പിരമിഡുകൾ നിർമ്മിക്കുന്ന ഈജിപ്തിൽ നിന്ന് കൂടെ യാത്ര ചെയ്യുന്ന, ഒരുപക്ഷെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കൂടാരം നിർമ്മിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടിൽ വ്യത്യാസമുണ്ട്. പിരമിഡുകളുടെ, രമ്യകർമ്മങ്ങളുടെ നിർമ്മാണത്തിനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, കൂടാരം നിർമ്മിക്കുന്നതിനാണ്. ഓരോ കൂടാരം എന്ന് പറയുന്നത്, ഒരു കൂടാരത്തിനൊരു രാഷ്ട്രീയമുണ്ട്. പൊളിറ്റിക്സ് ഓഫ് ദ ടാബർനാക്കിൾ എന്നൊക്കെ പറയാം. കൂടാരത്തിൻ്റെ രാഷ്ട്രീയം, കൂടാരത്തിൻ്റെ രാഷ്ട്രീയം ഫറവോനിൽ നിന്ന് വ്യത്യസ്തമാണ്. യഹോവയുടെ രാഷ്ട്രീയമാണ്. അത് ജനത്തിൻ്റെ കൂടെ നടക്കുന്ന, അവർക്ക് തണലാകുന്ന, അവരുടെ അനുഭവങ്ങളിൽ അവരോട് സംസാരിക്കുന്ന, ഫറവോനെതിരെ നിൽക്കുന്ന കൂടാരത്തെ നിർമ്മിക്കാനാണ്. എന്നാൽ ഈജിപ്റ്റ് വലിയ രമ്യകർമ്മങ്ങളുടെ അനുഭവമാണ്. ഒരുപക്ഷെ ഓരോ പട്ടക്കാരനും വിളിക്കുന്നത് പേരുണ്ടാക്കുന്ന രമ്യകർമ്മങ്ങൾ നിർമ്മിക്കാനല്ല, കൂടെ യാത്ര ചെയ്യുന്ന കൂടാരത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ ദൈവം, യഹോവ ആഗ്രഹിക്കുന്നതാണ് കൂടാരത്തിൻ്റെ സൃഷ്ടികളാണ്. രമ്യകർമ്മങ്ങൾ, വലിയ പിരമിഡുകൾ സൃഷ്ടിക്കാനല്ല, എനിക്ക് പേരുണ്ടാക്കാനോ അല്ല ദൈവം വിളിക്കുന്നത്, മറിച്ച് ജനത്തോട് കൂടെ നടക്കുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതിനാണ്. പ്രിയപ്പെട്ട ഡീക്കൻ ജെമിൻ തോമസ് മാശൻ, താങ്കൾ ഒരു ബെസലേലാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാം ഓരോ ബെസലേലും ഒഹോലിയാബുമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഫറവോന് വേണ്ടി വലിയ രമ്യകർമ്മങ്ങൾ നിർമ്മിക്കാനല്ല, പേര് നിലനിർത്തുന്ന സ്മാരകങ്ങളോ കൊട്ടാരങ്ങളോ നിർമ്മിക്കാനല്ല, ജനത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന കൂടാരങ്ങൾ നിർമ്മിക്കാനാണ്. ഒരുപക്ഷെ അത് ഫറവോനെതിരായിരിക്കാം, ഫറവോന്റെ രാഷ്ട്രീയത്തിനെതിരായിരിക്കാം. ഇതൊക്കെ അത് അപകടം പിടിച്ചതാണ്, അതത്ര എളുപ്പമല്ല. അത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നതാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാർ, ജനം എല്ലാം. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ നിഴൽപ്പാടുകൾ സൃഷ്ടിക്കുന്ന ശുശ്രൂഷയാണ്. ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നിഴലുകളാകാനും ദൈവിക നിഴലിൻ കീഴിൽ താണിരിക്കാനുമാണ്. ബെസലേലും ഒഹോലിയാബും ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ താണിരുന്നപ്പോൾ ദൈവത്തിൻ്റെ നിഴലാകുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് കൂടാരത്തിൻ്റെ ശുശ്രൂഷകളാണ്, കൊട്ടാരത്തിൻ്റെ ശുശ്രൂഷകളല്ല. ദൈവം അതിന് സഹായിക്കട്ടെ. 2, അതിരുകളെ വിശാലമാക്കുന്ന ശുശ്രൂഷയാണ്. പട്ടത്വം എന്ന് പറയുന്നത് അതിരുകളെ വിശാലമാക്കുന്ന ശുശ്രൂഷയാണ്. എ മിനിസ്ട്രി ദാറ്റ് ബ്രോഡൻസ് ബോർഡേഴ്സ്. ഇവിടെ ഈ 2 വ്യക്തികളെ, ബെസലേലിനെയും ഒഹോലിയാബിനെയും വിളിക്കുന്നത് തൊഴിലാളികളാകുന്നതിനാണ്, നിർമ്മാണ പ്രവർത്തനത്തിനാണ്, ഈ കൂടാരം നിർമ്മിക്കുന്നതിനാണ്. എന്നാൽ നിർമ്മിക്കുവാൻ വേണ്ടി അവരെ വിളിച്ചപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇടയാവും. ദൈവാത്മാവിനാൽ ജ്ഞാനം ലഭിക്കുകയാണ്, ദൈവാത്മാവിനാൽ അവർ നിറയപ്പെടുകയാണ്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്നുള്ള ആ വാക്കുകളുമായി ബന്ധപ്പെട്ടാണ്. അതുമോട് ചേർന്നിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൃഷ്ടിയിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ച അതേ ആത്മാവിനെ തന്നെ പുനഃസൃഷ്ടിക്ക് വേണ്ടി, ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നൽകുകയാണ്. പച്ചയായ മനുഷ്യർ വെറും മൺകൂടാരങ്ങളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം തൻ്റെ സൃഷ്ടിയിൽ ദൈവത്തോട് ചേർന്നിരുന്ന അതേ ആത്മാവിനെ, ദിവ്യാത്മാവിനെ കൊണ്ട് നിറക്കുകയാണ്. സൃഷ്ടിയിൽ ദൈവത്തോടുള്ള അല്പമുള്ള ആത്മാവ്. ഈ ബെസലേലിനെയും ഒഹോലിയാബിനെയും പഠിച്ചാൽ അതിനു മുൻപെങ്ങും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. യാതൊരു തരത്തിലുള്ള പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ല, കുലമഹിമകളൊന്നും അവകാശപ്പെടാനില്ല, ഒന്നും അവകാശപ്പെടാനില്ലാത്തവരെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വിളിച്ചപ്പോൾ അവകാശപ്പെടാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവാത്മാവിൻ്റെ പകരപ്പെടലാണ്. ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് കുലമഹിമകളോ പാരമ്പര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് ദൈവാത്മാവിൻ്റെ തണലിൻ കീഴിൽ താണിരിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. അതിന് തയ്യാറാകുന്നവരെയാണ് ഒരുപക്ഷെ ഇവിടെ വിളിക്കുന്നത്. കുടുംബ മഹിമകളോ അപാരമായ കഴിവിൻ്റെ ഉടയവരോ ഒന്നുമല്ല, മറിച്ച് ദൈവാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവർ അസാധാരണ മനുഷ്യരായിട്ട് മാറുകയാണ്. മറ്റൊന്ന്, ബെസലേലിനെ നിയമിക്കുന്നത് ഒറ്റയ്ക്കല്ല, കൂടെ സഹായത്തിന് ഒഹോലിയാബിനെയും കൊടുക്കുന്നുണ്ട്. ശുശ്രൂഷ ഒറ്റയാൾ പട്ടാളമായി ചെയ്യാനുള്ളതല്ല. വേദപുസ്തകത്തിൽ എങ്ങും ഒറ്റയാൾക്ക് ശുശ്രൂഷ ഉള്ളതൊക്കെ ഒരുപക്ഷെ പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും അവരോടൊക്കെ ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നതിന് ആളുകളെ നൽകിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ ഒറ്റക്കാരെയും അയച്ചിട്ടില്ല, കൂട്ടത്തോടെയോ
രണ്ടുപേരോ ഒക്കെ ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. ശുശ്രൂഷ ഒറ്റയാൾ പട്ടാളമല്ല. എന്തിന് ഏറെ പറയുന്നു? ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഒറ്റക്കൊമ്പനായ ദൈവത്തിലല്ല, തൃത്വ ദൈവത്തിലാണ്. ഒറ്റക്കൊമ്പന്മാർ എവിടെയുണ്ടോ അതൊക്കെ അപകടമാണ്. ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെ അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഒരുമിച്ച് ചേർന്ന് കൂട്ടത്തോടെയുള്ള ശുശ്രൂഷകളാണ് അർത്ഥവത്തായ ശുശ്രൂഷകൾ. പട്ടക്കാരും ജനവും, പട്ടക്കാർ, സഹോദര പട്ടക്കാർ ഒരുമിച്ച് ചെയ്യേണ്ട ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത്. ഒറ്റയാൾ പട്ടാളമായി ഒറ്റക്കൊമ്പനായി നിലനിൽക്കാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരുമിച്ച് ചേർന്ന് ഉൾച്ചേർന്നുകൊണ്ട് ജനത്തോട് ചേർന്ന് സഹോദര പട്ടക്കാരോട് ചേർന്ന് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട ജെമിൻ തോമസ് ഷമ്മാസിനെ മാത്രമല്ല, നമ്മളെ എല്ലാം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ഇടവകളിലും പലയിടങ്ങളിലും ജനവും പട്ടക്കാരും ഒക്കെ ഇങ്ങനെ ഒറ്റയാൾ പട്ടാളമായി നിൽക്കുന്നവരാണ്. ഞാൻ നിൽക്കുന്നതാണ്. അവിടെ ശുശ്രൂഷ പരാജയപ്പെടുകയാണ്. ബെസലേലിന് വേണ്ടി എവിടെ ബെസലേലിനെ നിയമിക്കുന്നോ അവിടെ ഒഹോലിയാബും കൂടെയുണ്ട് എന്നുള്ളത് അർത്ഥവത്താണ്. നമ്മെ നിയമിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ചെയ്യാനല്ല, കൂട്ടത്തോടെ ഉൾച്ചേർന്നുകൊണ്ട് ചെയ്യുന്നതിനാണ്. മറ്റൊരു ചിന്ത ഈ ഭാഗം നൽകുന്നത് ശുശ്രൂഷ എന്ന ചിന്തയെ തന്നെ വിശാലമാക്കുകയാണ്. ശുശ്രൂഷ എന്നാൽ അഹരോന്റെ ദേവാലയത്തിൽ ഉള്ള ശുശ്രൂഷ മാത്രമല്ല. ഒരുപക്ഷെ നമ്മൾ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പട്ടക്കാരൻ ഈ മദ്ബഹായിൽ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് തൊഴിലെടുക്കുന്ന തൊഴിലാളിയും പണിയാളിയും ചെയ്യുന്നതും ശുശ്രൂഷ തന്നെയാണ്. അച്ഛൻ ചെയ്യുന്നത് ശുശ്രൂഷയും ജനം ചെയ്യുന്നത് തൊഴിലും ജോലിയുമായി മാറ്റപ്പെടുകയാണ്. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതും ശുശ്രൂഷയാണ്. എവറി പ്രൊഫഷൻ ഈസ് എ മിനിസ്ട്രി ആൻഡ് എവറി മിനിസ്ട്രി ഈസ് എ പ്രൊഫഷൻ ടു. എല്ലാ ശുശ്രൂഷകളും ഒരു ജോലിയാണ്, എല്ലാ ജോലിയും ഒരു ശുശ്രൂഷയാണ്. അതിൻ്റെ വിശാലമായ ചിന്തയാണ് ഒരു പക്ഷേ ഇവിടെ നൽകുന്നത്. ഈ കൂടാരം പണിയുന്നതിന് വേണ്ടി വിളിക്കപ്പെടുന്ന ഈ പണിയാളികൾ ബെസലേലും ഒഹോലിയാബും തൊഴിലാളികളാണ്. മേശിരിപ്പണിയും ആശാരിപ്പണിയും കൽപ്പണിയും ഒക്കെ ചെയ്യാൻ വിളിച്ച തൊഴിലാളികളാണ്. പക്ഷേ അവരും ശുശ്രൂഷകരാണ്. ഇത് ശുശ്രൂഷ എന്ന ചിന്തയെ തന്നെ വിശാലമാക്കുന്നതാണ്. ഈ സമൂഹത്തിൽ ശുശ്രൂഷയും ജോലിയും എന്ന് രണ്ട് രീതിയിൽ മാറ്റാൻ സാധിക്കില്ല. അച്ഛൻ ചെയ്യുന്നതും ജോലിയാണ്, അതും ശുശ്രൂഷയാണ്. ജനം ചെയ്യുന്നതും ജോലിയാണ്, അതും ശുശ്രൂഷയാണ്. അതുകൊണ്ട് എവരി പ്രൊഫഷൻ ഈസ് എ മിനിസ്ട്രി ആൻഡ് എവരി മിനിസ്ട്രി ഈസ് എ പ്രൊഫഷൻ ടു. ഈ വേർതിരിവ് പലപ്പോഴും പട്ടക്കാരെയും ജനത്തെയും രണ്ടാക്കി കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച രണ്ട് സംഭവങ്ങൾ. അറവുശാലയും ശുശ്രൂഷയിടമായിട്ട് മാറാം, പട്ടക്കാരെ മാറ്റി നിർത്തി കാണേണ്ടതല്ല. അതുകൊണ്ട് എല്ലാ ശുശ്രൂഷയും ഈസ് എ സീക്രഡ് ആൻഡ് ഇൻസ്പയർഡ്. എല്ലാ ശുശ്രൂഷകളും വിളിച്ച് വേർതിരിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ടതാണ്. അത് പട്ടത്ത ശുശ്രൂഷയും തൊഴിലും അധ്യാപനവും കച്ചവടവും ഒക്കെ ശുശ്രൂഷകളാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. അവിടെയൊക്കെ ദൈവം നമ്മെ വിശ്വാസത്തിലെടുക്കുന്നതാണ്. ഓർക്കുക, തൊഴിൽ വിശുദ്ധവും ദൈവനിശ്വാസ്യവുമാണ്. എല്ലാ തൊഴിലും വിശുദ്ധവും ദൈവനിശ്വാസ്യവുമാണ്. അറവുശാലകളും ശുശ്രൂഷ ഇടങ്ങളായി രൂപപ്പെടാം. ശുശ്രൂഷ ഇടങ്ങൾ അറവുശാലകളായി തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവം പ്രിയശമ്മാശനോടും നാം എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ നിഴൽപ്പാടുകളിനുള്ളിലായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നിഴൽപ്പാടുകൾ സൃഷ്ടിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ, എല്ലാ ശുശ്രൂഷയും ദൈവനിശ്വാസീയമാണെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. പ്രിയശമ്മാശന് കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.